കേഴ്സ് മേഖലയിൽ അമേരിക്കയുടെ ചില സ്വകാര്യ സൈനിക ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അമേരിക്കയിലുള്ളവരുടെ പ്രവർത്തനങ്ങൾ അധികമാകുന്നുണ്ട്. ഉക്രൈന് ഇവർ ഭൂമിശാസ്ത്രപരമായി ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതായത് ഉക്രൈനിലെ സൈനികരുടെ ഉത്തരവനുസരിച്ച് സ്വകാര്യമായി ചില അമേരിക്കൻ സൈന്യം ഇവിടെ ഉക്രൈനെ സഹായിക്കുന്നുണ്ട്. പ്രധാനമായി ചില സ്ഥലങ്ങളിൽ അമേരിക്കക്കാരുടെ പ്രവർത്തനം ഉള്ളത് ഇപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒന്നുകിൽ ആ പ്രദേശത്തുള്ള അമേരിക്കക്കാരെ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ റഷ്യയിലേക്ക് കൊണ്ടുപോയി തക്കതായ ശിക്ഷ നൽകും. ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണോ അവർക്ക് നൽകേണ്ടത് അത് മോസ്കോയിൽ വെച്ച് നൽകുമെന്ന് ആർമി സ്പെഷ്യൽ ഫോഴ്സസ് ഇക്കാര്യം അറിയിച്ചു. അപ്പോ കേഴ്സ് മേഖലയിൽ ഈ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ട് എന്ന് പറയുന്ന അതേ സമയത്ത് ഉക്രൈനിൽ വലിയ ഒരു രാഷ്ട്രീയ സമ്മർദ്ദവും നടക്കുന്നുണ്ട്. കാരണം എത്ര തന്നെ ഉക്രൈൻ റഷ്യയുടെ പ്രദേശങ്ങളെ പിടിച്ചെടുത്താലും, ഏകദേശം 1200 ചതുരശ്ര കിലോമീറ്റർ ഉക്രൈൻ റഷ്യയിൽ നിന്ന് പിടിച്ചെടുത്താലും ഇപ്പോ അതൊരു നെഗോസിയേഷന് സഹായിക്കില്ല. റഷ്യക്കും ഉക്രൈനും ഇടയിൽ ഒരു സമാധാന ചർച്ച കൊണ്ടുവരാൻ 1% പോലും അത് സഹായിക്കില്ല എന്ന് ഉക്രൈൻകാർ തന്നെ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങി. 2-3 ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചയായി റഷ്യയിലെ ഉക്രൈൻ അധിനിവേശം, ഉക്രൈൻ റഷ്യയെ പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ ഒരു കാര്യം പറയാൻ മറന്നു. ഡോൺബോസ് മേഖലയിലെ അടുത്ത പ്രധാനപ്പെട്ട നഗരം ഉടൻ തന്നെ റഷ്യയുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നു. അവിടെയുള്ള ഉക്രൈൻകാർ പെട്ടെന്ന് തന്നെ സ്ഥലം ഒഴിപ്പിക്കണമെന്ന് ഒരു ഉത്തരവും പുറപ്പെടുവിച്ചു. അതിലും വളരെ പ്രധാനം Su-57 ആണ്. ഈ ഉക്രൈൻ യുദ്ധത്തിൽ അതെന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഒന്നാമതായി ഈ കേഴ്സ് മേഖലയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമാണ്. റഷ്യക്കെതിരെ ഉക്രൈൻ ഇത്രയധികം ആളുകളെ ആക്രമിക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല. അതെ, അതാണ് സത്യം. കാരണം റഷ്യക്കുള്ളിൽ ഒരു അധിനിവേശം അല്ലെങ്കിൽ റഷ്യൻ ഭാഗങ്ങൾക്കുള്ളിൽ ഉക്രൈൻ സൈന്യം കയറും, അമേരിക്കൻ മെയ്ഡ് വെപ്പൺസ് കയറുമെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാകില്ല. അങ്ങനെ സംഭവിച്ചാൽ ഒരു ലോക യുദ്ധം സൃഷ്ടിക്കും, അല്ലെങ്കിൽ അതേ ലോകത്തെ നശിപ്പിക്കുന്ന ഒരു യുദ്ധമായി മാറുമെന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത. എന്നാൽ ഇവയെല്ലാം നശിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഉക്രൈൻ വളരെ ആസൂത്രണം ചെയ്ത് റഷ്യയുടെ പ്രദേശത്ത് ശരിയായ ഒരു ആക്രമണം ചെയ്തു. അതനുസരിച്ച് ഉക്രൈന്റെ ധൈര്യം നമ്മൾ സമ്മതിക്കണം. കാരണം റഷ്യ പോലുള്ള ഒരു രാജ്യത്തിലേക്ക് ഉക്രൈൻ എത്രത്തോളം മുന്നേറി അകത്തേക്ക് കയറി ചില സ്ഥലങ്ങൾ പിടിച്ചെടുത്തു, ചില ആഴ്ചകൾ അവിടെ നിലനിർത്തി എന്നുള്ളതൊരു സാധാരണ കാര്യമല്ല. പക്ഷെ മനസാക്ഷിയെ തൊട്ട് ഒരു കാര്യം പറയാൻ സാധിക്കും, ഒരു പക്ഷേ റഷ്യ സമാധാന ചർച്ചയ്ക്ക് വന്നില്ലെങ്കിൽ ഉക്രൈനെ കൊണ്ട് ഈ പ്രദേശങ്ങൾ അവസാനം വരെയും പിടിച്ചു നിർത്താൻ സാധിക്കുമോ? കൂടിപ്പോയാൽ അവരത് മാസങ്ങളോളം പിടിച്ചു വെക്കും, വർഷങ്ങളോളം പിടിച്ചു വെക്കും. ഉക്രൈൻ എത്രത്തോളം പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നാളെ ഒരു സമാധാന ചർച്ച നടക്കില്ല എന്ന് അവർ തന്നെ പറഞ്ഞു. പുടിനും അവസാനം അത് തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായും ഒരു സമാധാന ചർച്ച ഇനി നടക്കില്ല എന്ന്. ഒരു പക്ഷെ സമാധാന ചർച്ച നടത്തിയെന്നുണ്ടെങ്കിൽ പോലും ചില ധാരണയോടുകൂടി അവിടെ ഒരു സമാധാനം ഉണ്ടാകുമായിരുന്നു. തടവുകാരുടെ കാര്യത്തിലോ അല്ലെങ്കിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ കാര്യത്തിലോ ചില കണ്ടീഷൻസോടുകൂടി റഷ്യ പിടിച്ചു വെച്ചിരിക്കുന്ന തടവുകാരെ കൈമാറ്റം ചെയ്യും. ഇങ്ങനെ ഒരു സമാധാനം അവിടെ നടക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഉക്രൈൻ ചെയ്ത ഈ കാര്യം കാരണം ഇതിനുശേഷം ഒരു സമാധാന ചർച്ചയേയില്ല. ഇതിനുശേഷം നിങ്ങളുമായി ഒരു സമാധാന കരാറിൽ ഏർപ്പെടില്ല എന്ന് റഷ്യ തുറന്നു തന്നെ പറഞ്ഞു. എന്നാൽ ഇതിനു മുൻപ് റഷ്യ ഇങ്ങനെ പറഞ്ഞിട്ടേയില്ല. എന്നാൽ ഇപ്പോൾ പറഞ്ഞു. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഒരു വെടിനിർത്തൽ കരാറിന് ഞങ്ങൾ തയ്യാറാണെന്ന് റഷ്യ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോ അവരുടെ ആ ടോൺ മാറ്റി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനാൽ ഈയൊരു യുദ്ധത്തിന്റെ അവസാനം സമാധാനത്തിൽ അവസാനിക്കില്ല. ഇതിനപ്പുറവും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ ഉക്രൈന്റെ ഈ ഒരു ആക്രമണം ലോകത്തിൽ ഉക്രൈന്റെ പ്രതിച്ഛായ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ നിരവധി ആളുകൾ ഞങ്ങളിൽ നികുതി ചുമത്തി നിങ്ങൾ എന്തിനാണ് ഉക്രൈനിൽ കൊണ്ടുപോയി പണം പാഴാക്കുന്നത് എന്ന് പറഞ്ഞവർ പോലും ഇപ്പോൾ മാറ്റി പറയാൻ തുടങ്ങി. ഇപ്പോൾ ധാരാളം ടെലിവിഷനുകളിൽ വോട്ടിംഗ് നടത്തുന്നുണ്ട്. ഉക്രൈനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, പിന്തുണയ്ക്കുന്നുണ്ടോ? ഉക്രൈന്റെ റഷ്യൻ അധിനിവേശത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? റഷ്യയുടെ പ്രദേശങ്ങൾ പിടിച്ചടക്കിയതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഇങ്ങനെ അവരുടെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഉക്രൈൻ അത് ശരിയായി തന്നെ ചെയ്യുന്നുണ്ട്. റഷ്യയ്ക്ക് ഉക്രൈന്റെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ അവർക്കൊരു കാരണമുണ്ടായിരുന്നു. അതുപോലെ ഉക്രൈനെ പ്രതിരോധിക്കാനും ഉക്രൈൻ റഷ്യൻ പ്രദേശങ്ങളെ പിടിച്ചെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഉക്രൈന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ അവിടെ വർദ്ധിക്കാൻ തുടങ്ങി. അതിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ ഇതെല്ലാം പുറത്ത് കാണിക്കുന്നവർ അവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഉക്രൈൻ റഷ്യയെ പിടിച്ചെടുത്തു, റഷ്യയ്ക്ക് ഒരുപാട് നഷ്ടമാണ് എന്നൊക്കെ. പക്ഷെ സാങ്കേതികമായി പറഞ്ഞാൽ റഷ്യയല്ല കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്, റഷ്യയ്ക്കല്ല നഷ്ടം സംഭവിക്കുന്നത്. പക്ഷെ ഇതിവിടെ പലരും അംഗീകരിക്കില്ല. റഷ്യയ്ക്കാണ് കൂടുതൽ നഷ്ടങ്ങൾ എന്നൊക്കെ പറയും. കേഴ്സ് മേഖലയെ സംബന്ധിച്ച് ദിവസത്തിലെ ഓരോ മണിക്കൂറും ഉക്രൈൻ കുറഞ്ഞത് 5 സൈനികരെങ്കിലും നഷ്ടപ്പെടുത്തുന്നു എന്ന വിവരം പുറത്തു വന്നു.
ഒരു മണിക്കൂറിൽ 5 സൈനികർ എന്നതൊരു സാധാരണ കാര്യമേ അല്ല. ഘോരമായ യുദ്ധമുണ്ടാകുമ്പോൾ മാത്രമേ ഇത്രയും നാശനഷ്ടങ്ങൾ സംഭവിക്കുക. നിരവധി ദൃശ്യങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. വളരെ മോശമായ രീതിയിൽ ഉക്രൈൻകാരെ റഷ്യക്കാർ കൊല്ലുന്നത്. ഇത് തീർച്ചയായും സെലൻസ്കി സർക്കാരിന് നല്ല കാര്യമേ അല്ല. സെലൻസ്കിയുടെ സർക്കാരിന് മാത്രമല്ല, ഉക്രൈനിലെ ജനങ്ങൾക്കും അത് നല്ല കാര്യമല്ല. കാരണം ഒരു ബന്ധവുമില്ലാതെ, യാതൊരു വിലയും കൊടുക്കാതെ ഇത്രയധികം ഉക്രൈൻ ജനങ്ങളെ കൊണ്ടുപോയി അവിടെ ബലി കൊടുക്കുന്നു. അത് തീർച്ചയായും സെലൻസ്കിയുടെ സർക്കാരിന് വലിയ പ്രശ്നമായി മാറുക തന്നെ ചെയ്യും. ഇപ്പോ ഈ ഒരു മുന്നേറ്റത്തെ കുറിച്ച് മാത്രമേ മാധ്യമങ്ങൾ പറയുന്നുള്ളൂ. ഈ മാപ്പ് നിങ്ങൾ നോക്കുക. 19-ാം തീയതിയുള്ള കണക്കനുസരിച്ച് ഔദ്യോഗികമായി ഉക്രൈൻ ഇത്രയധികം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനോട് ലോകത്തിലെ പല രാജ്യങ്ങളും യോജിക്കുന്നുണ്ട്. ഇത് നോക്കിയാൽ ഒരു 1000-1200 ചതുരശ്ര കിലോമീറ്റർ വരുന്നുണ്ട്. സെലൻസ്കിയും ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ സുഡാക് പട്ടണം, അതിന്റെ കിഴക്കൻ ഭാഗം ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. അങ്ങനെ റഷ്യ ഇത്രയും മുന്നേറി, അതായത് ഈ ഭൂപടത്തിൽ നോക്കിയപ്പോൾ തന്നെ ഒരു 150-200 കിലോമീറ്റർ റഷ്യ റീക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോ അപ്ഡേറ്റഡ് പുതുക്കിയ ഭൂപടം വന്നാൽ മാത്രമേ അവിടെ യഥാർത്ഥത്തിൽ ഇതുവരെയും എന്ത് സംഭവിച്ചുവെന്ന് കൃത്യമായി അറിയാൻ സാധിക്കും. യുദ്ധം അവസാനിക്കുന്നത് വരെ, അല്ലെങ്കിൽ മൂന്നാം കക്ഷി ആ രാജ്യത്ത് പ്രവേശിക്കുന്നത് വരെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ഒരിക്കലും അറിയുകയില്ല. എന്നാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് കേഴ്സ് മേഖലയിൽ ഉക്രൈന് ധാരാളം മനുഷ്യശക്തി നഷ്ടപ്പെടുന്നുണ്ട്. ശരി, ഇതിവിടെ സംഭവിക്കുന്നു. എന്നാൽ ഉക്രൈനിൽ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ 10 ദിവസമായി ആരും അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. കേഴ്സ് മേഖലയിൽ ഉക്രൈൻ റഷ്യ ആക്രമിക്കുന്നു. 1000 ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുത്തു. അടുത്ത് 200 കിലോമീറ്റർ അവസാനിപ്പിച്ചു. വീണ്ടും 1000 ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാവരും അത് മാത്രമാണ് പറയുന്നത്. എന്നാൽ ഉക്രൈനുള്ളിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് ആരും അധികം സംസാരിച്ചിട്ടില്ല. അതിനെന്താണ് കാരണം? ഒന്നുമല്ല, ഇത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമാണ്. അതേസമയം ഡോൺബോസ് മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണം, അതിനെ പോക്രോസ് എന്ന് വിളിക്കുന്നു. ഡോൺബോസ് മേഖലയെയും മുൻനിരയെയും ബന്ധിപ്പിക്കുന്ന 5 പ്രധാന ഹൈവേ ഉള്ള തന്ത്രപ്രധാനമായ ഒരു നഗരമാണിത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നോക്കിയാൽ സാബ്രോസീഷ്യ, അടുത്ത് മറ്റൊരു ഭാഗത്ത് വടക്ക് കിഴക്കൻ ഭാഗത്ത് നോക്കിയാൽ ബാഖ്മുത്ത്. ഇങ്ങനെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾക്ക് നടുവിലുള്ള പ്രധാനപ്പെട്ട പട്ടണമാണിത്. ഇപ്പോ അത് റഷ്യ വളഞ്ഞിരിക്കുകയാണ്. എത്ര മാധ്യമങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ എത്ര പേർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 24 മണിക്കൂറായി അവിടെ വലിയൊരു ഇവാക്വേഷൻ പ്രോസസ് തന്നെ നടക്കുന്നുണ്ട്. ആ ഒരു പ്രദേശത്തെ റഷ്യ പിടിച്ചെടുക്കുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ് വൈസ് ഫ്രണ്ട് ലൈനിൽ ഉക്രൈന്റെ മൂവ്മെന്റ്സിനെ റഷ്യയെ കൊണ്ട് തടയാൻ സാധിക്കും. വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേൺ റഷ്യയുടെ കൈകളിലേക്ക് എത്താൻ പോവുകയാണ്. എന്നാൽ ഇതൊന്നും ആരും പുറത്തു പറയില്ല, ഒരു വിവരവും പുറത്തു വരില്ല. ഇതിനുശേഷം കേഴ്സ് മേഖലയേക്കാൾ കടുത്ത യുദ്ധം പ്രോക്കോവ്സ് മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈന് വളരെ മോശമായ പ്രത്യാഘാതങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ കേഴ്സ് മേഖലയെ സംബന്ധിച്ച് ധാരാളം ഇവിടെ കാണിക്കുമ്പോൾ ഈ പ്രദേശങ്ങളെക്കുറിച്ച് മാത്രം അവർ കാണിക്കാത്തതും വലിയ ആശ്ചര്യമൊന്നുമല്ല. പതിവ് പോലെ ഇത് പാശ്ചാത്യ മാധ്യമങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പോ അമേരിക്കൻ സൈനികർ കേഴ്സ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് ആത്മ സ്പെഷ്യൽ ഫോഴ്സസ് പുറത്തുവിട്ട വിവരമാണ്. ഈ കേഴ്സ് യുദ്ധത്തിൽ അവരുടെ തന്ത്രങ്ങളും പാശ്ചാത്യ നിർമ്മിത ഉപകരണങ്ങളും ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അവയെല്ലാം നശിപ്പിക്കപ്പെടുന്നുമുണ്ട്. തുടക്കത്തിൽ അവർക്ക് വലിയ നേട്ടം കിട്ടിയാലും അത് അവരെ കൊണ്ട് പിടിച്ചു നിർത്താനായില്ല. കാരണം ഒരു ഒഫൻസീവ് ഓപ്പറേഷനാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ പ്രതിരോധത്തിൽ നിൽക്കുന്നവരേക്കാൾ 4-5 മടങ്ങ് കൂടുതൽ ആയുധങ്ങളും ആൾബലവും ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ ഒരു ആക്രമണ പ്രവർത്തനം വിജയകരമാവുകയുള്ളൂ. പല യുദ്ധങ്ങളിലും ഇതൊരു തന്ത്രമായി മാറിയിട്ടുണ്ട്. ഡിഫൻസീവ് പൊസിഷനിലുള്ളവർക്ക് ധാരാളം ആയുധങ്ങൾ വേണ്ടി വന്നാലും ആരാണോ ആദ്യം ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ കൂടുതൽ ആദ്യം ഫയർ ചെയ്യുന്നത്, അവർക്കുള്ള നഷ്ടം എന്നത് വർദ്ധിക്കും. ഒരു നാടിനെ ക്യാപ്ചർ ചെയ്യണം എന്നുള്ള അവസ്ഥ വരുമ്പോൾ നഷ്ടങ്ങൾ ഇവർക്ക് കൂടുതൽ തന്നെയാണ്. അതിനാൽ ഒഫൻസീവ് ഓപ്പറേഷന് പോകുന്നവർ കൂടുതൽ ആയുധങ്ങളും ആൾബലവും സൈനികരെയും കൊണ്ടുപോകണം. പ്രതിരോധത്തിൽ നിൽക്കുന്നവർക്ക് ശരിയായ ആയുധങ്ങളും സൈന്യങ്ങളും ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അങ്ങനെ നോക്കിയാൽ ഈ കേഴ്സ് മേഖലയിലെ സൈനികരുടെ എണ്ണം എത്രയാണെന്ന് നമ്മൾ അറിയണം. ഏകദേശം 12,000 ഉണ്ടെന്ന് പറയുന്നു. അതിൽ എത്ര പേർ ഇതുവരെയും മരിച്ചു? ഇതിൽ ഉക്രൈൻ പറയുന്ന കണക്ക് നോക്കാതെ അവിടെയുള്ള ഓപ്പൺ ബ്ലോഗേഴ്സിന്റെ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് തരുന്ന കണക്കനുസരിച്ച് നോക്കിയാൽ കേഴ്സ് മേഖലയിൽ 2500 സൈനികർ വരെയും കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് 1 മാസം പോലും ആയിട്ടില്ല, ഇനിയും ഉണ്ട്. അതിനുള്ളിൽ തന്നെ 2500 സൈനികർ അവിടെ കൊല്ലപ്പെട്ടു. ഇതും ആത്മത് ഫോഴ്സ് ആണ് പുറത്തുവിട്ടത്. വാഗ്നർ ഗ്രൂപ്പ് വാഗ്മത് മേഖലയിൽ ക്രൂരമായ ആക്രമണം നടത്തിയതുപോലെ അതുപോലെ സമാനമായി ആത്മത് പ്രത്യേക സേന കേഴ്സ് മേഖലയിലും ഉക്രൈന് ധാരാളം നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട്. അവർ അമേരിക്കയുടെ സാന്നിധ്യം നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. അതിനാൽ കേഴ്സ് മേഖലയിൽ ആരെങ്കിലും റഷ്യയെ പിന്തുണയ്ക്കാതെ ഉക്രൈനെ സഹായിക്കുന്ന രീതിയിൽ കണ്ടെത്തിയാൽ അവർക്ക് നൽകുന്ന ശിക്ഷ എന്നത് വളരെ മോശമായ രീതിയിലായിരിക്കും. കഠിനമായി അവർ ശിക്ഷിക്കപ്പെടും എന്നും പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ ഇത് സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഉക്രൈന്റെ മനോഭാവം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ സമാധാന ചർച്ച അല്ലെങ്കിൽ ഉക്രൈൻ ടെറിട്ടറീസിനെ റീക്യാപ്ചർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ഏത് ജേണൽ വേണമെങ്കിലും നോക്കാം. വാഷിംഗ്ടൺ പോസ്റ്റ് ഇവരെല്ലാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും, അത് വലിയ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. ഈ സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വാതിൽ കേഴ്സ് ബാറ്റിൽ കാരണം നശിച്ചു എന്ന്. കാരണം ഈ സമാധാന ചർച്ചയുടെ പ്രാധാന്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നാളെ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം തീർച്ചയായും ഒരു സമാധാന ചർച്ച അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഉക്രൈൻ ചെയ്ത ഈ ഒരു ആക്രമണം കാരണം, റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ നടത്തിയ അധിനിവേശം കാരണം ഈ സാധ്യതയെല്ലാം ഇപ്പോൾ മങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പേർ ചോദിക്കാം, റഷ്യ അത്രേ ഉള്ളൂ, റഷ്യക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, മറ്റു രാജ്യം അകത്തേക്ക് കയറി വന്നതുപോലും റഷ്യക്ക് തടയാൻ സാധിക്കുന്നില്ല എന്ന്. നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് അമേരിക്ക എടുക്കാം. അമേരിക്കയുടെ ഒരു പ്രദേശത്ത് മറ്റേതെങ്കിലും രാജ്യം അടിക്കണം, ആക്രമിക്കണം എന്ന് ചിന്തിച്ചാൽ, ശ്രമം എടുത്താൽ തീർച്ചയായും അതിന് അമേരിക്ക സമ്മതിക്കില്ല. ഇനി അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ആക്രമിച്ച രാജ്യത്തിൽ തീർച്ചയായും ഈ സമയം ഒരു അണുവായുധം വീണിട്ടുണ്ടാകും. പക്ഷേ അത് ഇതുവരെയും റഷ്യ ചെയ്തില്ല എന്നുള്ളത് എല്ലാവർക്കും ഒരു ആശ്ചര്യം ഉണ്ടാക്കും. അമേരിക്ക അത്രത്തോളം ശക്തമായ ഒരു രാജ്യമല്ലേ, അവരുമായി ആരാണ് യുദ്ധത്തിന് പോവുക എന്നൊരു ചിന്ത, ഒരു തോന്നൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക. ഒന്നുകിൽ അമേരിക്ക ശക്തമായ രാജ്യമായിരിക്കും, അല്ലെങ്കിൽ ശക്തമായ രാജ്യങ്ങളെ അമേരിക്ക അവരോടുകൂടി ചേർത്ത് നിർത്തും. ഇങ്ങനെ എല്ലാ ശക്തരായ രാജ്യങ്ങളെയും അവർ തങ്ങളുടെ പക്ഷത്തേക്ക് നിർത്തിയാൽ പിന്നെ ആരാണ് അവരെ ആക്രമിക്കുക? ആക്രമിക്കണമെന്ന് ചിന്തിക്കുന്ന എല്ലാ രാജ്യങ്ങളും പ്രതിപക്ഷത്തായതുകൊണ്ട് ഇവർക്കുള്ളിൽ ഒരു യുദ്ധം നടന്നാൽ മാത്രമേ സത്യത്തിൽ ആരാണ് അവിടെ ശക്തനെന്ന് മനസ്സിലാവുകയുള്ളൂ. അതിനാൽ ഉക്രൈനിയൻ അധിനിവേശം ഉക്രൈൻകാർക്കും അമേരിക്കക്കാർക്കും ഒരു ധാർമ്മിക ഉത്തേജനമാണ്. ഇത് പ്രായോഗികമായ ധാർമ്മികതയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മാറ്റം സൃഷ്ടിക്കുന്നുവെന്നുണ്ടെങ്കിലും ഫീൽഡിൽ ഇത് വലിയ മാറ്റങ്ങളൊന്നും വരുത്തില്ല. താമസിക്കാതെ ഈ സ്ഥിതിയെല്ലാം വിപരീതമാകും. അടുത്തത് റഷ്യയിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ് Su-57 കുറിച്ച്. ഇത് ടാസ്ക് കൺഫേം ചെയ്ത വിവരമാണ്. കേഴ്സിൽ നടക്കുന്ന ഉക്രൈൻ ഓപ്പറേഷന് വേണ്ടി Su-57 ഉപയോഗിക്കുമെന്നുള്ളതാണ് പുതിയ അറിയിപ്പ്. ഈ Su-57 സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എത്ര തന്നെ ഒരു മികച്ച വിമാനം, 5ാം തലമുറ വിമാനമായി ഇതിനെ പറഞ്ഞാലും അത്രത്തോളം ഇത് നന്നായി പെർഫോം ചെയ്യുന്നില്ല. വലിയ മിഷൻസിന് വേണ്ടിയൊന്നും ഇതിനെ ഉപയോഗിക്കുന്നില്ല എന്ന് വലിയ വിമർശനങ്ങൾ ഉക്രൈൻ വാർ കാരണം ഇതിന് വന്നിട്ടുണ്ട്. കാരണം ഒരു വിമാനം ബാറ്റിലിൽ അത് പ്രൂവ് ചെയ്താൽ മാത്രമേ, അതിന്റെ കഴിവ് തെളിയിച്ചാൽ മാത്രമേ അതിന് നല്ലൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ സാധിക്കൂ. എന്നാൽ Su-57 സംബന്ധിച്ച് അങ്ങനെ വലിയ വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല. Su-57 നിന്നും ലോഞ്ച് ചെയ്യുന്ന മിസൈൽസ് കാരണം ഒരു ആക്രമണം നടന്നു എന്ന് പല സ്ഥലങ്ങളിൽ വാർത്ത കണ്ടാലും ഔദ്യോഗികമായ റഷ്യ അതെ ഞങ്ങൾ Su-57 അകത്തേക്ക് ഇറക്കി, അതിനാൽ അവിടെ ഒരു ആക്രമണം നടന്നു എന്ന് ഏതൊരു സ്ഥലത്തും അതിനെക്കുറിച്ച് വല്ലായി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഒരുപാട് പേർ ചോദിക്കുന്നത് Su-57 അത്ര മാത്രമേ ഉള്ളൂ, റഷ്യക്ക് അതിനെ അകത്തേക്ക് അയക്കാൻ ഭയമാണോ, ഉക്രൈൻ അത് വെടിവെച്ച് വീട്ടുമോ എന്നുള്ള പേടിയാണോ എന്നൊക്കെ പല ചോദ്യങ്ങൾ വരാം. നമ്മുടെ ചാനലിലും അങ്ങനെയുള്ള പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന് ഒരു കാര്യം തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ ഒരു യുദ്ധരീതിയിൽ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ പക്കൽ വിമാനങ്ങളുടെ എണ്ണം കുറവാണ്, വളരെ ക്യാപ്പബിളായ വിമാനം കുറവാണ്, അത് ലിമിറ്റഡ് ഓപ്പറേഷൻസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ളപ്പോൾ തന്ത്രപരമായി ആരും ആ വിമാനങ്ങളെ അകത്തേക്ക് ഉപയോഗിക്കില്ല. ഇത് അമേരിക്ക, ഇന്ത്യ, റഷ്യ, ചൈന എല്ലാ രാജ്യങ്ങൾക്കും ഇത് ബാധകമാണ്. ഇപ്പോൾ ഇന്ത്യയെ നോക്കിയാൽ തന്നെ നമുക്ക് 5ാം തലമുറ വിമാനം 5 മാത്രമേ ഉള്ളൂ. ഒരു യുദ്ധം വരുമ്പോൾ നമ്മൾ പാകിസ്ഥാൻ ഫ്രണ്ടിൽ ഇത് നിർത്തുകയും യുദ്ധം വന്നാൽ ഉടനെ അകത്തേക്ക് അയക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. വളരെ ഹൈ വാല്യൂ മിഷൻസിന് വേണ്ടി മാത്രമേ അങ്ങനെയുള്ള വിമാനങ്ങൾ ഏത് നാടായാലും അയക്കുകയുള്ളൂ. എന്നാൽ ഇതിന് നേരെ വിപരീതമായി F-35 ഉണ്ടെന്ന് പറയുന്നു. F-35 ഒരുപാട് ദൗത്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് അതിന്റെ കഴിവ് പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. പല സ്ഥലങ്ങളിലും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ അമേരിക്ക എന്തുകൊണ്ട് ഇതിനെ കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ എണ്ണമാണ്. ഒരു യുദ്ധ സാഹചര്യം, മറ്റേതെങ്കിലും പ്രശ്നം വന്നാൽ എണ്ണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ പക്കൽ ഒരുപാട് ആയുധമുണ്ടെങ്കിൽ അതുപയോഗിച്ച് നിങ്ങൾക്ക് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് അധിക ശക്തിയുള്ള ആയുധമുണ്ട്, പക്ഷെ എണ്ണം കുറവാണെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ചുള്ള മികച്ച തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. വിമാനങ്ങൾ എന്നല്ല, അത് ഏതൊരു ആയുധത്തെ കൊണ്ടും മികച്ചൊരു തീരുമാനം ആ സാഹചര്യത്തിൽ നൽകാൻ സാധിക്കില്ല. ഒരുപക്ഷെ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം റഷ്യ Su-57 ഉപയോഗിക്കാത്തത്. പക്ഷേ എത്രയും പെട്ടെന്ന് Su-57 കളമിറങ്ങുമെന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതിന്റെ പ്രകടനവും കഴിവും തീർച്ചയായും നമ്മൾ കാണാൻ പോവുകയാണ്. റഷ്യ ഇങ്ങനെ ചെയ്യേണ്ട ഒരു നിർബന്ധത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യ Su-57 വാങ്ങുമെന്ന അറിയിപ്പ് വന്നപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ, അതിന്റെ ശക്തികൾ പുറം ലോകത്ത് കാണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് റഷ്യ വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ അത് സംബന്ധിക്കുന്ന രീതിയിലായിരിക്കും റഷ്യ അറിയിപ്പ് നൽകിയത്. എന്നാൽ ഇതൊന്നും വലിയ കാര്യമേ അല്ല എന്ന് കാണിക്കുന്ന രീതിയിൽ ബെലറസ് പ്രസിഡന്റ് ലുകാഷെങ്കോ ഒരു കാര്യം പറഞ്ഞു. മാധ്യമ റിപ്പോർട്ടിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിച്ചു. റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ യുദ്ധം നടക്കുന്നു, ഇതിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്?
കാണുന്നത്? ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം? ഇങ്ങനെ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. അതിന് അദ്ദേഹം എന്ത് മറുപടി കൊടുത്തിട്ടുണ്ടാകും? ഒന്നും പറഞ്ഞില്ല. ആണവായുധം, അത്ര മാത്രമേ ഉള്ളൂ. ആണവായുധം ഉപയോഗിച്ചാൽ ആ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യ എന്തിനാണ് ഒരു യുദ്ധത്തിനായി കാത്തിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഉത്തരം പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ റഷ്യക്കും ഉക്രൈനും തമ്മിൽ ഒരു പ്രശ്നം നടക്കുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ശരി, ഒരു പക്ഷേ ഇവർക്കും ഉക്രൈനുമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതെങ്കിൽ ഉക്രൈന്റെ അവസ്ഥ എന്തായി മാറിയിട്ടുണ്ടാകും? അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ സ്ഥാനത്ത് ഇദ്ദേഹം അല്ലെങ്കിൽ നോർത്ത് കൊറിയ പ്രസിഡന്റ് കിം ജോങ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ അവസ്ഥ എന്നത് എങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കാനേ സാധിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.